സദ്ഗുരു എഴുതിയ ഡെത്ത് ആൻ ഇൻസൈഡ് സ്റ്റോറി എന്ന പുസ്തകത്തിലെ ദ പ്രോസസ് ഓഫ് ഡെത്ത് എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ഭാഗത്തിന്റെ അവലോകനമാണ് ഈ വീഡിയോ. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ജീവിതവും മരണവും യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നുവെന്നും അതിൽ ഓർമ്മ വഹിക്കുന്ന പങ്കെന്തെന്നും അറിയേണ്ടതുണ്ട്. ഇവിടെ ഓർമ്മ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബോധപൂർവം ഓർക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല. ഓർമ്മ അതിലും ആഴത്തിൽ ഒന്നിലധികം പാളികളായി പ്രകൃതിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. യോഗദർശനമനുസരിച്ച് ഓർമ്മ അടിസ്ഥാനപരമായി പഴയ അനുഭവങ്ങളുടെയും അറിവുകളുടെയും ശേഖരണമാണ്. ഈ ദർശനമനുസരിച്ച് സൃഷ്ടിയിൽ 8 അടിസ്ഥാന തലങ്ങളിലുള്ള ഓർമ്മകളുണ്ട്. 1. ഭൂതസ്മൃതി, എലമെന്റൽ മെമ്മറി. അവ്യക്തത്തിൽ നിന്ന് വ്യക്തത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. പഞ്ചഭൂതങ്ങൾ അഥവാ 5 മൂലതത്വങ്ങളുടെ ഉത്ഭവം: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ പേരുകൾ ഒരു ദ്രവ്യത്തെയല്ല, ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്നു. ഈ 5 തത്വങ്ങൾ സൃഷ്ടിയിലെ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞിരിക്കുന്നു. ഇവ ജഗത്തിന്റെ അടിത്തറ തന്നെ. ഈ തത്വങ്ങൾ പരസ്പരം എങ്ങനെ ഇടപഴകുന്നു, ജീവിതത്തിൽ അവ എങ്ങനെ പ്രകടമാകുന്നു, ഈ നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഭൂതസ്മൃതി അഥവാ എലമെന്റൽ മെമ്മറി. 2. ആറ്റമിക് മെമ്മറി. പ്രപഞ്ചമുണ്ടാക്കുന്ന ഭൗതിക ദ്രവ്യങ്ങൾ ഏതൊക്കെ, അവ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതാണ് ആറ്റമിക് മെമ്മറി. ആറ്റം എന്ന വാക്ക് ഗ്രീക്കിൽ ആറ്റമോസ് എന്നതിൽ നിന്ന് വന്നു. അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. ആദ്യകാല ശാസ്ത്രം ആറ്റത്തെ പ്രപഞ്ചത്തിന്റെ ചെറുതും അഭേദ്യവുമായ ഘടകമായി കണ്ടിരുന്നു. ഇന്ന് നമുക്കറിയാം, 20ലേറെ ആണ്വിക കണികകൾ കണ്ടെത്തിക്കഴിഞ്ഞു. ഇനിയും കൂടുതലുണ്ടാകാം. ഈ കണികകൾ, ആറ്റങ്ങൾ, തന്മാത്രകൾ, ഇവയുണ്ടാകുന്നതും പ്രവർത്തിക്കുന്നതും ഏത് നിയമമനുസരിച്ചാണോ ആ നിയമശേഖരത്തെയാണ് ആറ്റോമിക് മെമ്മറി എന്ന് വിളിക്കുന്നത്. ഭൂതസ്മൃതിയും ആറ്റോമിക് മെമ്മറിയും ചേർന്ന് നിർജീവ ഓർമ്മ അഥവാ ഇന്നാനിമേറ്റ് മെമ്മറി ഉണ്ടാക്കുന്നു. ഇത് ജഡലോകത്തെ നിയന്ത്രിക്കുന്നു. ബാക്കിയുള്ള ഓർമ്മകൾ ജീവനുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ ചേതന ഓർമ്മകൾ അഥവാ ആനിമേറ്റ് മെമ്മറീസ് എന്ന് വിളിക്കുന്നു. 2 തരത്തിലുള്ള ഓർമ്മകൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ളതിലേക്ക് വരാം. 3. പരിണാമ ഓർമ്മ, എവല്യൂഷണറി മെമ്മറി. ഭൂമിയിൽ ഉദ്ഭവിച്ചതും ഇന്ന് ഇത്ര വൈവിധ്യമാർന്ന രൂപങ്ങളിൽ നിലനിൽക്കുന്നതും ഈ ഓർമ്മ കൊണ്ടാണ്. നിങ്ങൾക്ക് 2 കണ്ണുകളുണ്ടെന്നത്, 2 കൈകളുണ്ടെന്നത്, ഒരു മനുഷ്യ ശരീരത്തിന്റെ ആകൃതിയുണ്ടെന്നത്, ഇതൊക്കെ ഈ ഓർമ്മ നിർദ്ദേശിക്കുന്നതാണ്. 4. ജനിതക ഓർമ്മ, ജനറ്റിക് മെമ്മറി. നിങ്ങളുടെ മാതാപിതാക്കൾ കൈമാറിയ ജനിതക ദ്രവ്യം DNA ഈ ഓർമ്മ ഉൾക്കൊള്ളുന്നു. ത്വക്കിന്റെ നിറം, മൂക്കിന്റെ ആകൃതി, ശരീരത്തിന്റെ ഘടന, ഇവ ഈ ഓർമ്മ നിർണ്ണയിക്കുന്നു. 5. കർമ്മ ഓർമ്മ, കാർമിക് മെമ്മറി. ജനനം മുതലല്ല, ജനനത്തിന് മുൻപുള്ള അനേകം ജന്മങ്ങളിൽ നിന്നും പരിണാമ പ്രക്രിയയിലുടനീളം ശേഖരിക്കപ്പെട്ട അനുഭവങ്ങളുടെയും അറിവുകളുടെയും ആകെ ഭാരമാണ് കാർമിക് മെമ്മറി. ഇത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അനേകം വഴികളിൽ പ്രകടമാകുന്നു. ബാക്കിയുള്ള 3 പാളികൾ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടവയാണ്. 6. അബോധ ഓർമ്മ, അൺകോൺഷ്യസ് മെമ്മറി. നമ്മൾ ഒട്ടുമറിയാതെ ഉള്ളിലൊഴുകുന്ന ഒരു ഓർമ്മശേഖരം. 7. അർദ്ധബോധ ഓർമ്മ, സബ് കോൺഷ്യസ് മെമ്മറി. ബോധമനസ്സിന്റെ ഉള്ളിൽ ഉപരിതലത്തിന് തൊട്ടു താഴെ ഒഴുകുന്നത്. 8. ബോധ ഓർമ്മ, കോൺഷ്യസ് മെമ്മറി. നമ്മൾ ഓർക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഓർമ്മ. ഇതാണ് നിത്യജീവിതത്തിൽ ഓർമ്മ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ 8 ഓർമ്മപാളികളും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് നിങ്ങൾ ഈ ജീവിതത്തിൽ ഇന്നത്തെ നിങ്ങളായി ഉണ്ടായിരിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ ഇടപഴകുന്ന സാഹചര്യങ്ങളിൽ ഈ ഓർമ്മകൾ ഒന്നൊന്നായി, ചിലപ്പോൾ ഒരേ സമയം പ്രകടമാവും. അടുത്തതായി സദ്ഗുരു പറയുന്നത് 2 വിത്തുകളെപ്പറ്റിയാണ്. അതെന്താണെന്ന് നോക്കാം. 2 വിത്തുകൾ, ജീവിതത്തിന്റെ ഉൽപ്പത്തി. ജീവിതത്തിന്റെ മൂലതത്വം മനസ്സിലാക്കാൻ ഒരു ലളിതമായ ദർശനം ഉപയോഗിക്കാം. 2 വിത്തുകൾ. ആദ്യത്തേത് നമ്മുടെ മാതാപിതാക്കൾ നട്ട വിത്ത്. ഇത് ഈ ശരീരമാണ്. രണ്ടാമത്തേത് ഈ പ്രപഞ്ചത്തിന്റെ ഉറവിടം നട്ട വിത്ത്. ഇത് ഈ ശരീരത്തിനുള്ളിൽ ജ്വലിക്കുന്ന ജീവനാണ്. ഈ 2ഉം വ്യത്യസ്ത പ്രകൃതിയുടേതാണ്. ആദ്യത്തെ വിത്ത്, ശരീരം, നിശ്ചിതത്വത്തിലേക്ക് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ശരീരം ഭൗതികമാണ്. ഇതിന്റെ അസ്തിത്വം ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിയും. രണ്ടാമത്തെ വിത്ത്, ജീവൻ, സാധ്യതകളിലേക്ക് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ജീവൻ ഭൗതിക ശരീരത്തിനപ്പുറം എന്താണ് എന്നത് ഇന്നും ഭൂരിഭാഗം മനുഷ്യർക്കും ഒരു ചോദ്യചിഹ്നമാണ്.
ഇവർ ഉറപ്പോടെ ഒന്ന് പറയും, ഞാനൊരു ശരീരമാണ്. എന്നാൽ ഈ ശരീരത്തിൽ ജ്വലിക്കുന്ന ഈ ജീവൻ എന്ത് എന്ന ചോദ്യം ഇതേ ആളുകൾക്ക് ഉത്തരമില്ല. ഒരു ശരീരമുണ്ട്, അത് ഉറപ്പ്. ഒരു ജീവനുണ്ട്, അതിൻ്റെ സ്വഭാവം ഇനിയും കണ്ടെത്താനുണ്ട്. ഈ കണ്ടെത്തൽ, ആ ആഴമേറിയ ജിജ്ഞാസയാണ് ഈ ജീവിതയാത്രയുടെ ഏറ്റവും വലിയ ഉദ്ദേശ്യം. നമ്മുടെ മാതാപിതാക്കൾ നൽകിയ ശാരീരിക വിത്തിന് അതിൻ്റേതായ ഒരു ഘടനയും നിയമങ്ങളുമുണ്ട്. ഈ ഭൗതിക പ്രകൃതി ചെയ്യുന്നത് ഒന്നേ ഉള്ളൂ: നിലനിൽക്കുക. അതിൻ്റെ ഉള്ളിലെ ആദ്യ പ്രേരണ, ഒരൊറ്റ ലക്ഷ്യം, അതിജീവനം. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് പ്രജനനവും. ഇതിനെ ഭീഷണിപ്പെടുത്തുന്ന ഏതിൽ നിന്നും ഈ ശരീരപ്രകൃതി അകന്നു നിൽക്കാൻ ശ്രമിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്നത് ഒരു വിത്ത് മാത്രം. ആ വിത്ത് വളർന്ന് ഈ ശരീരമായി. എന്നാൽ ഈ സൃഷ്ടിയുടെ ഉറവിടം, ആ പ്രപഞ്ച ചൈതന്യം നൽകിയത് ഒരു വിത്തല്ല, അത് സ്വയമാണ് നൽകിയത്. ആ ഉറവിടം തന്നെ ഒരു ചെറിയ കണികയായി നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ആ ഉറവിടത്തിലുള്ള എല്ലാ സാധ്യതകളും ഒരർത്ഥത്തിൽ ഓരോ മനുഷ്യനിലും ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇതോരോ വ്യക്തിജീവിതത്തിൽ പൂർണ്ണമായി വിടർന്നു വരുമോ എന്നുറപ്പ് പറയാനാകില്ല. പക്ഷേ ആ സാധ്യത എപ്പോഴുമുണ്ട്. ഈ രണ്ട് വിത്തുകൾ ഒരുമിക്കുമ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുന്നു. ജനനത്തോടൊപ്പം ഒരു പ്രത്യേക ആന്തരിക ക്രമം, ഒരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സോഫ്റ്റ്വെയർ, ആ ജീവനിൽ ഉൾച്ചേർക്കപ്പെടുന്നു. ഈ സോഫ്റ്റ്വെയറിൽ 3 ഘടകങ്ങളുണ്ട്: സമയം അഥവാ ടൈം, ഊർജം അഥവാ എനർജി, വിവരം അഥവാ ഇൻഫർമേഷൻ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മുൻ ജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ആഴത്തിലുള്ള വിവരം. ഈ 3ഉം ചേർന്ന് ജീവിതത്തിൻ്റെ ഓരോ വശവും നിർണ്ണയിക്കുന്നു. കൊണ്ടുവരുന്ന വിവരത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഊർജം ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് വിഭജിക്കപ്പെടുന്നു. ഭാരതീയ ദർശനത്തിൽ ഈ ആഴമേറിയ വിവരശേഖരത്തെ കർമ്മമെന്ന് വിളിക്കുന്നു. അടുത്തത് സഞ്ചിതകർമ്മത്തെയും പ്രാരബ്ധകർമ്മത്തെയും കുറിച്ചാണ് സദ്ഗുരു പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ ആകെ കർമ്മശേഖരം, ജനിതക ഓർമ്മ, കർമ്മ ഓർമ്മ, അബോധ ഓർമ്മ, അർദ്ധബോധ ഓർമ്മ, ഇതെല്ലാം ഒരേ സമയം ബോധമനസ്സിലേക്ക് ഒഴുകിയാൽ ഒരു മനുഷ്യനത് താങ്ങാനാകില്ല. ആ ഭാരം അളവറ്റതാണ്. അതുകൊണ്ട് പ്രകൃതി ഒരു ലളിതമായ വഴി സ്വീകരിക്കുന്നു. ആ ഭാരം ഒറ്റ ജന്മത്തിൽ ഒരിക്കലും ഒഴുകിവിടില്ല. അത് ഓരോ ജന്മത്തിലും ഒരു ഭാഗമായി വിഭജിക്കുന്നു. സഞ്ചിതകർമ്മമെന്നാൽ ഒരു വ്യക്തിയുടെ ആകെ കർമ്മഭണ്ഡാരം. ഒരു വലിയ സംഭരണശാലയാണിത്. ഇതിൽ അനേകം ജന്മങ്ങളിൽ ശേഖരിക്കപ്പെട്ട എല്ലാ പഴയ അനുഭവങ്ങളും അറിവുകളും ഉൾക്കൊള്ളുന്നു. പ്രാരബ്ധകർമ്മമെന്നാൽ ഈ സ്റ്റോക്കിൽ നിന്ന് ഒരു പ്രത്യേക ജീവിതകാലത്ത് കൈകാര്യം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന ഒരു നിശ്ചിത ഭാഗം. ഇത് പ്രാരബ്ധകർമ്മം, അല്ലെങ്കിൽ ആ ജീവിതത്തിനായി നീക്കിവെച്ചിരിക്കുന്ന കർമ്മം എന്നറിയപ്പെടുന്നു. പ്രാരബ്ധകർമ്മം സഞ്ചിതകർമ്മത്തെ അപേക്ഷിച്ച് അടിയന്തര സ്വഭാവമുള്ളതാണ്. ഇത് കൂടുതൽ ശക്തിയോടെ ഇത് ജീവിതത്തിൽ പ്രകടമാകും. സഞ്ചിതകർമ്മവും പ്രാരബ്ധകർമ്മവും ഒരുമിച്ചാണ് ഒരു വ്യക്തി എങ്ങനെ ജീവിക്കും, എത്ര കാലം ജീവിക്കും എന്നൊക്കെ നിർദ്ദേശിക്കുന്നത്. ലളിതമായി ജീവിക്കുന്ന ഒരു സാധാരണ വ്യക്തി പോലും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാരബ്ധകർമ്മം ക്രമേണ ക്ഷയിക്കും. സുഖവും ദുഃഖവും വേദനയും ആനന്ദവും ഇടകലർന്ന് ജീവിതമൊഴുകുമ്പോൾ ആ ഭാഗം തീർന്നുപോകും. ഇനി ആ വ്യക്തി ഈ ജന്മത്തിൽ പുതിയ കർമ്മം ഉണ്ടാക്കിക്കൂടുകയാണ് ചെയ്യേണ്ടത്. അത് ശരിയാക്കിയാൽ അടുത്ത ജന്മത്തിൽ ഒരു പുതിയ പ്രാരബ്ധഭാഗം ഒഴുകും. അതും അങ്ങനെ ക്ഷയിക്കും. ഇങ്ങനെ ജന്മങ്ങൾ കൊണ്ട് ആ വലിയ ശേഖരം ഒഴിഞ്ഞുവരും. കർമ്മം ബാഹ്യഘടനകൾ ഒരുക്കുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്രാരബ്ധകർമ്മം ഒരിക്കലും ബാഹ്യ സാഹചര്യങ്ങളെ നേരിട്ട് നിർദ്ദേശിക്കുന്നില്ല. പക്ഷേ ഉള്ളിലെ ക്രമം, ആ ആന്തരിക ഒഴുക്ക് പുറത്തൊരു ഘടന ഒരുക്കിവെക്കും. ഉള്ളിലുള്ളത് പുറത്ത് പ്രതിഫലിക്കും. ഇതാണ് ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന നിയമം. ഇന്ത്യയിൽ ആരെങ്കിലും ദുഃഖിക്കുന്നത് കണ്ടാൽ അയ്യോ പ്രാരബ്ധം എന്നു പറയുന്ന ഒരു ശീലം പഴമക്കാർക്കുണ്ടായിരുന്നു. ഇതൊരാചാരവാക്കായിരുന്നെങ്കിലും ഇതിൽ ആഴമേറിയൊരു സത്യമുണ്ട്. ഭൂരിഭാഗം ദുഃഖങ്ങളും ഉണ്ടാകുന്നത് ഓർമ്മകൾ ഉള്ളതുകൊണ്ടല്ല, ആ ഓർമ്മകൾ ഒരു ഭാരമായി വഹിക്കുന്ന രീതി കൊണ്ടാണ്. ഉള്ളടക്കം മാറ്റേണ്ടതില്ല, ചട്ടക്കൂട് മാറണം. അതിനാണ് ആധ്യാത്മിക പ്രക്രിയകളുള്ളത്. ശിശുക്കൾ കർമ്മത്തിൻ്റെ ജീവിക്കുന്ന തെളിവ്. കർമ്മഭാഗ്യം അഥവാ കർമ്മഭണ്ഡാരം വ്യത്യസ്തമാണെന്നതിന് ഒരു ലളിതമായ ഉദാഹരണം ശ്രദ്ധിക്കൂ. ശിശുക്കൾ, ഒരേ പ്രായത്തിലുള്ള 2 ശിശുക്കൾ. ഒരാൾ ഉത്സാഹഭരിതനായി കൈയും കാലും ഉഴക്കി ഉറക്കമൊഴിഞ്ഞ് ചുറ്റുപാടിലേക്ക് കൗതുകത്തോടെ നോക്കുന്നു. മറ്റൊരാൾ ശാന്തനായി, ശ്രദ്ധ കൊടുക്കാതെ, ഉറക്കത്തിൽ. ഈ വ്യത്യാസം മാതാപിതാക്കൾ ഉണ്ടാക്കിയതല്ല.
ഒരേ അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് ധാരാളം ചവിട്ടും, അടുത്ത കുഞ്ഞ് ശാന്തമായിരിക്കും. ഈ വ്യത്യാസം ഒരമ്മ തന്നെ അനുഭവിക്കുന്നതാണ്. ഉദാസീനരായ മാതാപിതാക്കൾക്ക് പലപ്പോഴും വളരെ കൂടുതൽ ഉത്സാഹിയായ കുട്ടി ജനിക്കുന്നു. ഇത് മനോഭാവത്തിൽ നിന്നുണ്ടാകുന്നതല്ല. ആ ഊർജ്ജ നിലവാരം ഓരോ ജീവനും ജനനത്തിൽ ലഭിക്കുന്ന കർമ്മഭണ്ഡാരത്തിന്റെ ഭാഗമാണ്. ഊർജവും കർമ്മവും കാലവും ജീവിതത്തിന്റെ 3 അടിത്തറകളാണെന്ന് സദ്ഗുരു പറയുന്നു. നമ്മൾക്കതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. 1. ഊർജ്ജ വിഭജനം, ജനനത്തിലെ ക്രമം. സൂചിപ്പിച്ചതുപോലെ ജനനത്തിൽ ഓരോ ജീവനും ഒരു നിശ്ചിത ഊർജം ലഭിക്കുന്നു. ഇപ്പോൾ ഒരു ചോദ്യം: ആ ഊർജം ഒന്നിച്ചാണോ ലഭിക്കുന്നത്? അത് ഒന്നിലധികം ഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഒരാൾ 1000 യൂണിറ്റ് ഊർജവുമായി ജനിക്കുന്നു എന്ന് സങ്കൽപ്പിക്കൂ. ആ 1000-ൽ 250 യൂണിറ്റ് ശാരീരിക പ്രവർത്തനത്തിന്, ഇതിൽ തന്നെ 100 ഉണർവില്ലാ പ്രവർത്തനത്തിനും 150 ബോധപൂർവ ശാരീരിക പ്രവർത്തനത്തിനും ഉപയോഗിക്കുന്നു. 300 യൂണിറ്റ് മാനസിക പ്രവർത്തനത്തിന്, 200 യൂണിറ്റ് വൈകാരിക ജീവിതത്തിന്, ബാക്കി മറ്റ് ഘടകങ്ങൾക്ക്. ഈ വിഭജനം ഓരോരുത്തരുടെ കർമ്മഘടനയ്ക്കനുസരിച്ചാണ്. അതുകൊണ്ടാണ് ഒരാൾ സ്വഭാവേന ശാരീരിക ജോലിക്ക് ഉത്സാഹിയാകുകയും മറ്റൊരാൾ ബൗദ്ധിക ജോലിക്കാകുകയും ചെയ്യുന്നത്. ഇത് ബാഹ്യസ്വാധീനം മൂലമുണ്ടാകുന്നതല്ല. ഉള്ളിലുള്ള ഊർജ്ജഘടന ഇതിനെ നിർദ്ദേശിക്കുന്നു. കുട്ടികളിൽ ഇത് കൂടുതൽ വ്യക്തമായി കാണാം. ബാഹ്യസ്വാധീനം ഇനിയും ഏറ്റുകഴിഞ്ഞിട്ടില്ലാത്ത ഒഴുക്കിൽ ജീവിക്കുന്ന ആ ഘട്ടത്തിൽ ഓരോ കുട്ടിയുടെ ഊർജ്ജഘടനയും പ്രകടമായി കാണാം. ആധുനിക ജീവിതത്തിൽ ശാരീരിക ഊർജം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കാം. ഇന്ന് സാങ്കേതികവിദ്യ ജീവിതത്തിന്റെ ഘടന തന്നെ മാറ്റിയിരിക്കുന്നു. 200 വർഷം മുൻപ് ഒരു സാധാരണ ദിവസം ജോലി ചെയ്യാൻ ഇന്നത്തേക്കാൾ 20 ഇരട്ടി ശാരീരിക അധ്വാനം ആവശ്യമായിരുന്നു. ഒരു ഉദാഹരണം നോക്കൂ. ഇഷാ യോഗ കേന്ദ്രത്തിന്റെ സമീപം ഒരു ഗോത്ര ഗ്രാമമുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ഉറക്കത്തകരാറില്ല. കാരണം ലളിതം: ദിവസം മൊത്തം ശാരീരികമായി അധ്വാനിക്കുന്നു. തലയണയിൽ തലവയ്ക്കുമ്പോഴേക്കും ശരീരം ഉറക്കത്തിലേക്ക് ഊർന്നിറങ്ങും. ഇന്ത്യൻ റോഡുകളിൽ ഒരു കാഴ്ച സാധാരണമാണ്. ഇഷ്ടിക നിറഞ്ഞ ട്രക്കിൽ ആ ഭാരം ഇറക്കാൻ പോകുന്ന തൊഴിലാളികൾ അതേ ഇഷ്ടിക കൂമ്പാരത്തിൽ ഓടുന്ന വണ്ടിയിൽ ഉഷ്ണവെയിലത്ത് ഉറങ്ങുന്നു. ഇത് അലംഭാവം കൊണ്ടല്ല. ശരീരത്തിന് ലഭിച്ച ഊർജ്ജവിഹിതം ഉപയോഗിച്ചു തീർന്നു. ഇനി വിശ്രാന്തി സ്വഭാവേന ഉണ്ടാകുന്നു. ഇതേ ആൾക്കാരെ ധ്യാനിക്കാനിരുത്തിയാൽ അവർ വളരെ വേഗം ധ്യാനത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ശരീരം ക്ഷണമൊഴിഞ്ഞ ശേഷം ഉള്ളിലേക്കിറങ്ങാൻ അനായാസമാകുന്നു. ഇതിന് വിപരീതം, ഇന്നുറക്കമില്ലാത്തവർ, ധ്യാനിക്കാൻ കഴിയാത്തവർ, ഒരിടത്ത് ഒതുങ്ങിയിരിക്കാൻ കഴിയാത്തവർ, ഇവർ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ്. കാരണം ശരീരത്തിന് ഒഴുകേണ്ട ഊർജം ഒഴുകിയില്ല. ആ ഊർജം ഉള്ളിൽ കെട്ടിനിൽക്കുന്നു. ശരീരം ചലിക്കണം, ചലിക്കണം, ചലിക്കണം എന്ന് ആ ഊർജം ആവശ്യപ്പെടുന്നു. ഇന്ന് ട്രക്കിംഗ്, സൈക്ലിംഗ്, ഓട്ടം ഇവ ഒരു ഫിറ്റ്നസ് ട്രെൻഡായി കാണുന്നു. ശാരീരിക ഊർജം ഒഴുകുമ്പോൾ ഉറക്കം നന്നാകുന്നു, ചിന്ത തെളിയുന്നു, ബന്ധങ്ങൾ ലഘുവാകുന്നു, ജോലിയിലെ ഉത്സാഹം കൂടുന്നു, ശരീരം ഒരു ഭാരമല്ലാതാകുന്നു. ശരീരത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഒരു ഘട്ടത്തിൽ ഒഴിഞ്ഞുപോകുന്നു. ഇത് ഒരർത്ഥത്തിൽ ഒരു ചെറിയ ആധ്യാത്മിക അനുഭൂതി തന്നെയാണ്. ഒരാൾ ആധ്യാത്മിക പാതയിൽ ഇറങ്ങുമ്പോൾ ശാരീരിക ഊർജ്ജവിഹിതം വേഗത്തിൽ ഒഴുക്കിത്തീർക്കുന്നത് ആവശ്യമാണ്. ഉദാഹരണം: 500 യൂണിറ്റ് ശാരീരിക ഊർജ്ജമുണ്ടെങ്കിൽ സ്വഭാവേന അത് 30-40 വർഷം കൊണ്ട് തീരും. ആ ഊർജ്ജം 10 വർഷം കൊണ്ട് ഒഴുക്കിത്തീർത്തു കഴിഞ്ഞാൽ ശരീരം ഒരു ചലന ആഗ്രഹവും ഇല്ലാതെയാവും. ആ ഘട്ടത്തിൽ ധ്യാനം അനായാസമാകും. ഈശാ യോഗ കേന്ദ്രത്തിൽ ഓരോരുത്തർക്കും ജോലി നൽകുന്നത് ശ്രദ്ധയോടെയാണ്. ചിലർക്ക് 4 മണിക്കൂർ, ചിലർക്ക് 6 മണിക്കൂർ, ചിലർക്ക് 10, 14, 18 മണിക്കൂർ. ഓരോരുത്തരുടെ ഊർജ്ജഘടന അനുസരിച്ച് ആ ഊർജം ഉചിതമായ വേഗത്തിൽ ഒഴുകിത്തീരണം. ആധ്യാത്മിക പാതയിൽ പൂർണ്ണ സമർപ്പണത്തോടെയുള്ളവർ ബ്രഹ്മചാരികൾ. ഇവർ പ്രാരബ്ധകർമ്മം മാത്രമല്ല, സഞ്ചിത കർമ്മം കൂടി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ജീവിതത്തെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുക, ഇതാണ് ലക്ഷ്യം. 10 ജന്മം കൊണ്ടൊഴിയേണ്ടത് ഒരൊറ്റ ജന്മം കൊണ്ടൊഴിക്കാൻ ശ്രമിക്കുന്നു. ഇതിനൊരു ജാഗ്രത ആവശ്യം. അതുകൊണ്ടാണ് യോഗ പ്രക്രിയകളിൽ കർശനമായ അനുശാസനമുള്ളത്. ആ ഒഴുക്ക് ഒരാൾക്ക് താങ്ങാനാകണം. ഇതിനാണ് ആ ഘടനയൊരുക്കുന്നത്. ഈശാ കേന്ദ്രത്തിലുള്ള ചിലർ ഈ ഘട്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ഉത്സാഹ ഒഴുക്ക്, ധാരാളം പ്രവൃത്തി, അധ്വാനം, പിന്നെ ഒരു മൗനം, ഒന്നും ചെയ്യാൻ ഉത്സാഹമില്ലാത്ത ഒരു ഘട്ടം.
ഞാൻ അസുഖക്കാരനായോ? പിന്നെ ഡോക്ടറുടെ അടുത്തേക്ക് ഓടുന്നു. ഉത്തരം ലളിതം. ഒരു ഭണ്ഡാരമുറി ഒഴിഞ്ഞു. അടുത്ത മുറി തുറക്കുന്നതിനിടയിലുള്ള ഒരിടവേള. കാത്തിരുന്നാൽ വീണ്ടും ഒരു ഒഴുക്ക് ആരംഭിക്കും. പൂർണ്ണ ആധ്യാത്മിക സമർപ്പണത്തോടെ ജീവിക്കുന്ന ഒരു യോഗി ഈ ജന്മത്തിൽ കർമ്മഭണ്ഡാരം ഒഴിക്കാനാകില്ല എന്ന് മനസ്സിലാക്കിയാൽ ശക്തമായൊരു ശരീരവും ബുദ്ധിയുമായി അടുത്ത ജന്മമുണ്ടാകാൻ ശ്രമിക്കുന്നു. അടുത്ത ജന്മത്തിൽ കൂടുതൽ ശക്തമായ സോഫ്റ്റ്വെയർ ലഭിക്കും. കൂടുതൽ ഊർജം, കൂടുതൽ ബൗദ്ധിക ശേഷി, കൂടുതൽ പ്രാരബ്ധ കർമ്മം. ആ ജന്മം വേഗം ഒഴിഞ്ഞു തീർക്കാം. അതുകൊണ്ടാണ് പൗരസ്ത്യ ആധ്യാത്മിക പദ്ധതികൾ, ഗ്രാമർ, ഗണിതം, സംഗീതം, ജ്യോതിഷം ഇവ ആധ്യാത്മിക അഭ്യാസങ്ങളോടൊപ്പം ഉൾക്കൊള്ളിച്ചത്. ബൗദ്ധികവും ശാരീരികവുമായ ശേഷി ഒരുമിച്ചുയർത്തുക. ഈ ജന്മം, അടുത്ത ജന്മം, അതിൻ്റെ അടുത്ത ജന്മം ഈ ഒഴുക്ക് നിലക്കട്ടെ. ഊർജവും ഓർമ്മയും അഥവാ കർമ്മവും ഇവ രണ്ടിനെക്കുറിച്ചും പറഞ്ഞു. ഇനി മൂന്നാമത്തെ അടിത്തറ കാലം അഥവാ ടൈം. ജീവിതവും മരണവും കാലത്തിൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. കാലം നിരന്തരം ഒഴുകുന്നു. ഒരു നിമിഷം വേഗം കൂട്ടാൻ കഴിയില്ല, ഒരു നിമിഷം പിടിച്ചു നിർത്താനാകില്ല. ഊർജം ഒരാൾക്കുണ്ടാക്കാം, ഉപയോഗിക്കാം, ദുർവ്യയം ചെയ്യാം, ഘനീഭവിപ്പിക്കാം. പക്ഷെ കാലം അതൊഴുകിക്കൊണ്ടേയിരിക്കും. കാലത്തിൻ്റെ സ്വന്തം ഒരു ബുദ്ധിയുണ്ട്. കർമ്മഘടനയ്ക്കും ഊർജവിഹിതത്തിനുമനുസരിച്ച് ഓരോ ജീവനിലും കാലമൊഴുകുന്ന വേഗം തീരുമാനിക്കപ്പെടുന്നു. ഓർമ്മ അഥവാ കർമ്മഘടനയിൽ പ്രാവീണ്യമുള്ളവർ ജീവിതം ആനന്ദകരമോ ദുഃഖകരമോ ആകണമെന്ന് നിർദ്ദേശിക്കാൻ പറ്റും. ഉള്ളത് സുഖകരമാക്കാൻ, ദുഃഖഭാരമൊഴിക്കാൻ ഈ ശേഷിയുള്ളവർക്കാകും. ഊർജത്തിൽ പ്രാവീണ്യമുള്ളവർ ജീവിതം എങ്ങനെ ജീവിക്കണം, പ്രവൃത്തി എങ്ങനെയാകണം എന്നിവ തീരുമാനിക്കാനാകും. ജീവിതത്തിൽ പൂർണ്ണ അധീശത്വം. പക്ഷെ മരണം ഇനിയും ആ ആൾ തീരുമാനിക്കുന്നില്ല. കാലത്തിൽ പ്രാവീണ്യമുള്ളവർ, ഇവർ ജീവിതവും മരണവും നിർദ്ദേശിക്കാൻ ശേഷിയുള്ളവരാണ്. ഇനി ഇവിടെ ഇരിക്കണം, അല്ലെങ്കിൽ ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല എന്നിവയൊക്കെ തീരുമാനിക്കാൻ ശേഷിയുള്ളവരാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ കാലഭൈരവൻ എന്ന് വിളിക്കുന്നു. കാലത്തെ ഭരിക്കുന്നവൻ. ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.